ഹലോ ഗൈസ്, ഞങ്ങളുടെ കപ്പയാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗമായി ഈ കപ്പ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നടും. വയലിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പം വെള്ളമൊക്കെ നോക്കി വേണം. അപ്പം ഞങ്ങൾക്ക് ഉണ്ടായ ഒരു വലിയൊരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ടാണ് പന്നിശല്യം. ഇത്രയും നാളും പന്നിയൊന്നും ഇല്ലായിരുന്നു. കേരളത്തിലെല്ലായിടവും ഇപ്പം പന്നിശല്യമാണല്ലോ, മനുഷ്യനെയൊക്കെ ആക്രമിക്കുന്നുണ്ട്, കൃഷിയൊക്കെ നശിപ്പിക്കുക. കണ്ടില്ലേ, നന്നായിട്ട് വളർന്നു വന്ന കപ്പയാണ് പന്നി എടുത്തിട്ടിരിക്കുന്നത്. എത്ര രൂപ നമ്മൾ കൂലി കൊടുത്താണ് ഇത് നട്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഇത് ആരാ ഇതിൻ്റെ ഒരു പരിഹാരം കാണുന്നത്? നമുക്കൊരു നഷ്ടപരിഹാരം പോലും ഇതിൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അതോറിറ്റിയോട് പറഞ്ഞാൽ അവർ ചെവിക്കൊള്ളുന്നില്ല ഇതൊന്നും. അപ്പം കണ്ടില്ലേ കപ്പ നിൽക്കുന്നത്. നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല രീതിയിൽ വളർന്നു വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളപ്പൊക്കം ഒരു പ്രശ്നമാണ്. മഴ പെയ്യുമ്പം കപ്പയൊക്കെ പോകും. അപ്പം വെള്ളപ്പൊക്കത്തിന് മുൻപാണ് നമ്മൾ ഈ കപ്പയൊക്കെ കൃഷി എടുക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരന്തം വന്നത്. കണ്ടില്ലേ, നല്ല രീതിയിൽ തഴച്ച് വളർന്നു നിൽക്കുന്ന കപ്പയാണ്. അതോ ഈ വന്ന കാലത്ത് ഭയങ്കര കൂലിയാണ് ഒരു ദിവസം കൊടുത്ത് നമ്മൾ ചെയ്യിക്കുന്നത്. നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാണിത്. അപ്പോൾ 6, 7, 8 മാസം കൊണ്ടാണ് ഈ കപ്പയൊക്കെ നമ്മൾ വിളവെടുക്കുന്നത്. അത്രയും നാളും കാത്ത് പരിപാലിക്കണം. കണ്ടില്ലേ ഞങ്ങളുടെ കപ്പയുടെ ചാലുകളിലൂടെയൊക്കെ വെള്ളമൊക്കെ ഒഴുകുന്നത്. അവിടെ മഴക്കാലത്ത് നല്ല മീനൊക്കെ കിട്ടും, ഇഷ്ടം പോലെ മീൻ കാണും. അപ്പോൾ ആളുകളൊക്കെ വന്ന് ചൂണ്ടയിട്ട് പിടിക്കും, വെള്ളം പറ്റിച്ച് മീൻ പിടിക്കും. അങ്ങനെയൊക്കെ നല്ല രസമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലവുമാണല്ലേ. കണ്ടില്ലേ അവിടെയൊക്കെ തന്നെ കണ്ടോ ഈ പന്നിശല്യം. പന്നി കപ്പ കൊത്തിമറിച്ചിട്ടേക്കുന്നത് കണ്ടോ? എന്തോ ചെയ്യും ഈ പന്നിയെ? നമ്മൾ എങ്ങനെ ഓടിക്കും? ഇത് വലിയൊരു പ്രശ്നമാണിത്. അപ്പം ഇതിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാട്ടിലൊക്കെ ജീവിക്കേണ്ട പന്നിക്ക് അവിടെ അതിന് വിഭവങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും അതിങ്ങോട്ട് വന്ന് നമ്മളെ ശല്യം ചെയ്ത് നമ്മുടെ ഇതൊക്കെ അപഹരിക്കുന്നത്. കണ്ടില്ലേ, അതിനൊരു പരിഹാരമായിട്ട് ഞങ്ങൾ കണ്ടത് നെറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഗ്രീൻ ഷെയ്ഡ് നെറ്റ് ഈ കപ്പയുടെ 4 വശത്തും ഇടാമെന്ന് വിചാരിച്ചു. കണ്ടല്ലോ, അവിടെ എല്ലാം ജലാശയമാണുള്ളത്. അതൊക്കെ അവിടെയാണ് നമ്മൾ തടവെടുത്ത് കപ്പ നട്ടിരിക്കുന്നത്. കണ്ടോ, മുളയും കുറ്റിക്കാലും നെറ്റും ഒക്കെ വെച്ചാണ് നമ്മൾ ഇതിൻ്റെ 4 വശവും മറയ്ക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഇത് ചെയ്തത്. കണ്ടില്ലേ മടന്ത കണ്ടല്ലോ, മടന്തയൊക്കെ ഞങ്ങൾ കറി വെക്കാൻ നല്ലതാണത്. അപ്പോൾ അവിടെയും കണ്ടില്ലേ ഒരു ജലാശയം. കണ്ടോ, ഇതാണ് ഞങ്ങൾ ഗ്രീൻ ഷെയ്ഡ് നെറ്റ്. കണ്ടോ, അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് അത് ഭയങ്കര പാടാണ്. അത് ഒത്തിരി നീളമൊക്കെ ഉള്ളത് കൊണ്ട് 2-3 പേര് നിന്നാണത് ഷേപ്പ് ചെയ്ത് മടക്കി എടുക്കുന്നത്. കണ്ടല്ലോ, എന്നിട്ട് കൊണ്ടുവന്നത് മുളയൊക്കെ അടിച്ച് കണ്ടത്തിൻ്റെ സൈഡിൽ കെട്ടി നല്ല വിസ്തൃതിയുള്ളൊരു പ്രദേശമാണ്. അതൊരു 50 സെൻറ്റോളം ഉണ്ട് ഒരു കണ്ടം കപ്പ നട്ടിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന കപ്പയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. നമുക്കിതിൽ നിന്ന് നല്ല ഒരു വിളവെടുക്കാം ഈ പ്രാവശ്യമെങ്കിലും. കണ്ടില്ലേ, നെറ്റൊക്കെ അടിച്ച് നല്ല അതിമനോഹരമായിട്ടാണ് ഇവിടെ നെറ്റ് അടിച്ചിരിക്കുന്നത്. നല്ല മുളയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട്